നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ചിമ്മിനി ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെ ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കുന്നത് നിർത്തിവെച്ചു. റിവേഴ്സ് ലൂയിസ് വാൽവിലൂടെയും ജലവൈദ്യുത പദ്ധതിയുടെയും വാൽവുകൾ പൂർണ്ണമായും അടച്ചതായി അധികൃതർ. ആളൂരിൽ ബാങ്കിൽ അതിക്രമിച്ച് കയറി നാശനഷ്ടം വരുത്തിയ സ്റ്റേഷൻ റൌഡി അറസ്റ്റിലായത് താഴേക്കാട് കണക്കുംകടവ് വീട്ടിൽ സുരേഷ്. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. ശോച്യാവസ്ഥയിലായ പുതുക്കാട് മുപ്ലിയം റോഡിനെ സഞ്ചാരയോഗ്യമാക്കണമെന്ന് BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി. പൊന്നൂക്കരയിൽ നവീകരിച്ച TV സെന്റർ ഉദ്ഘാടനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചിമ്മിനി ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെ ഡാമിൽ നിന്നും വെള്ളമൊഴുക്കുന്നത് നിർത്തിവച്ചു. റിവേഴ്സ് ലൂയിസ് വാൽവിലൂടെയും ജലവൈദ്യുത പദ്ധതിയുടെയും വാൽവുകൾ പൂർണ്ണമായും അടച്ചതായി അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച ഡാമിൽ 69.53 മീറ്ററാണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയത്. 67.3% മാത്രമാണ് ജലമാണ് ഡാമിൽ ഇപ്പോഴുള്ളത്. റൂൾ കർവ് പ്രകാരം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനാണ് ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ പൂർണ്ണമായും നിലച്ചതോടെയാണ് ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞത്. ഇതോടെ ചൊവ്വാഴ്ച ഡാം പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നു. ചിമ്മിനി ഡാം പാർക്കിംഗ് ഗ്രൌണ്ടിന് സമീപം മരം മുറിക്കുന്നതിനിടെ നടന്ന അപകടത്തിൽ മരിച്ച എച്ചിപ്പാറ സ്വദേശിയുടെ സംസ്കാരം നടത്തി. ചക്കുങ്ങൽ വീട്ടിൽ 49 വയസ്സുള്ള അബ്ദുൽ ഖാദറിന്റെ സംസ്കാരമാണ് ചൊവ്വാഴ്ച നടന്നത്. തിങ്കളാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. വൈദ്യുത കമ്പികളിലേക്ക് വീണ് കിടന്നിരുന്ന മരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മരം കമ്പിയിൽ വീണ് താഴ്ന്നതോടെ മേശയിൽ കയറി നിന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഇറങ്ങുന്നതിനിടെ കമ്പിയിൽ കുടുങ്ങി നിന്ന മരത്തടി അബ്ദുൽ ഖാദറിന്റെ തലയിൽ വന്നിരിക്കുകയായിരുന്നു. വനം വകുപ്പിന്റെ EDC അംഗം കൂടിയായിരുന്നു അബ്ദുൽ ഖാദർ. വനം വകുപ്പിന്റെയും KSEB അധികൃതരുടെയും അനാസ്ഥയാണ് മരണത്തിന് പിന്നിലെന്ന് ആരോപിച്ച് തിങ്കളാഴ്ച രാത്രി നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. വനം KSEB ഉദ്യോഗസ്ഥരെ സംഭവസ്ഥലത്ത് റോഡിൽ തടഞ്ഞുവെച്ച നാട്ടുകാർ KK രാമചന്ദ്രൻ MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. തിരുവനന്തപുരത്തുള്ള MLA കലക്ടറുമായി ആലോചിച്ച് സാധ്യമായത് ചെയ്യുമെന്ന് ഉറപ്പു നൽകി. സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുട തഹസിൽദാർ MLAയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അറിയിപ്പ് പ്രതിഷേധക്കാരെ അറിയിച്ചു. തിങ്കളാഴ്ച രാത്രി 9:00ഓടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആളൂരിൽ ബാങ്കിൽ അതിക്രമിച്ച് കയറി നാശനഷ്ടം വരുത്തിയ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. താഴേക്കാട് പറമ്പി റോഡ് കണക്കുംകടവ് വീട്ടിൽ കുഴി രമേശ് എന്ന് വിളിക്കുന്ന 44 വയസ്സുള്ള സുരേഷിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കൊമ്പടിഞ്ഞമാക്കലുള്ള താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ അതിക്രമിച്ച് കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ബാങ്കിലെ ജീവനക്കാരുടെ ജോലിക്ക് തടസ്സം നിന്ന് ബാങ്കിലെ ഡോറും കസേരയും നശിപ്പിച്ച് നാശനഷ്ടം വരുത്തിയ സംഭവത്തിൽ താഴേക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിലാണ് അറസ്റ്റ്. സുരേഷിന് ആളൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലായി ഒരു കൊലപാതക കേസും അടിപിടി കേസും വീട്ടിൽ അതിക്രമിച്ച് കയറി ആക്രമിച്ച കേസുമടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ B ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർമാരായ ജോർജ്, സുരേന്ദ്രൻ, ASI രജീഷ്, സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ അളഗപ്പൻ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധ സമ്മേളനം വെണ്ടൂരിൽ സംഘടിപ്പിച്ചു. മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ സെൽ അളഗപ്പൻ നഗർ ബ്ലോക്ക് ചെയർമാൻ സിജോ പുന്നക്കര അധ്യക്ഷത വഹിച്ചു. ആന്റണി കുറ്റുകാരൻ, ജിമ്മി മഞ്ഞളി, ജിജോ ജോൺ, പോൾസൺ തെക്കുംപീടിക, ജോർജ് എടപ്പിള്ളി, K രാധാകൃഷ്ണൻ, KL ജെയ്സൺ, ജിഷ ജോർജ്, ഷാജി കൊട്ടേക്കാടൻ, ജെൻസൺ കണ്ണത്ത്, മനോജ് സുന്ദർ, ഹനീഫ, സന്തോഷ് പാറേക്കാടൻ, ഹരൻ ബേബി എന്നിവർ പ്രസംഗിച്ചു. പക്ഷേ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന BJP ഗവൺമെന്റ്
ഭരണഘടനാ ബെഞ്ച് എഴുതിയുണ്ടാക്കിയ സുഗമമായ പ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാക്കിക്കൊണ്ട് അതിനെ നേരിടുക പലപ്പോഴും പലയിടത്തും നാം കാണുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരിയിൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ KJ ജോജു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയങ്കര, സ്റ്റാൻലോ ജോർജ്, KN രാജൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ വർഗീസ് തെക്കേതല, സിൻഡോ പയ്യപ്പിള്ളി, VB നാരായണൻകുട്ടി, സിജു പയ്യപ്പിള്ളി, ലിൻസൺ പല്ലൻ, സിജോ ഇടപ്പള്ളി, ബിജു പയ്യപ്പിള്ളി, ഷാജു മോനാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ സംഘപരിവാർ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റി ആമ്പല്ലൂരിൽ പ്രതിഷേധ യോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ഐത്താടൻ, പ്രിൻസൺ തയ്യാലക്കൽ, KV പുഷ്പാകരൻ, അനിൽ കുനിയത്ത്, സനൽ മഞ്ഞളി, O വിജയൻ എന്നിവർ പ്രസംഗിച്ചു. മതപരിവർത്തനം ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നടപടിയിൽ കേരള കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗത്തിൽ കേരള കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കരിപ്പേരി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, ജില്ലാ സെക്രട്ടറി ജോൺ വട്ടക്കുഴി, PJ പ്രതീഷ്, PV കറപ്പൻ, രാജൻ പൈനാടത്ത്, VK ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ശോച്യാവസ്ഥയിലായ പുതുക്കാട് മുപ്ലിയം റോഡിനെ സഞ്ചാര യോഗ്യമാക്കണമെന്ന് BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഒരുപാട് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ തകർച്ചയിൽ നാളിതുവരെയായും പരിഹാരമായില്ലെന്നാണ് BJP പ്രവർത്തകരുടെ പരാതി. റോഡിന്റെ ഒരു വശത്തിൽ കുടിവെള്ള പൈപ്പിടുന്നതിനെ പൊളിച്ചിരുന്നു. അത് കൃത്യമായി മൂടാത്തതുകൊണ്ടും റോഡ് മുഴുവൻ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. പൈപ്പിടൽ പണിയും നിലച്ചിരിക്കുകയാണെന്നും പരാതി ഉയരുന്നുണ്ട്. പുതുക്കാട് പൊതുമരാമത്ത് ഓഫീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തപ്പോൾ KRFB ആണ് ആ റോഡിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്തിരിക്കുന്നതെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോയ് മഞ്ഞളി പറഞ്ഞു. KRFB AEക്ക് ഇതു സംബന്ധിച്ച പരാതി ജൂലൈ 21 നൽകിയിരുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അടിയന്തരമായി ഈ റോഡിലെ കുഴികളടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. പൊന്നൂക്കരയിൽ നവീകരിച്ച TV സെന്റർ ഉദ്ഘാടനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദന യോഗവും നവീകരിച്ച പൊന്നൂക്കര TV സെന്റർ ഉദ്ഘാടനവും മന്ത്രി K രാജൻ നിർവഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സാംസ്കാരിക കേന്ദ്രമായ TV സെന്റർ നവീകരിച്ചത്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS ബാബു, TV സെന്റർ ഭരണസമിതി പ്രസിഡന്റ് വാസുദേവൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് മായ എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MN രാജേഷ്, TV സെന്റർ ഭരണസമിതി സെക്രട്ടറി വിജീഷ്, കാർഷികേതര സൊസൈറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. ചിമ്മിനി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായുള്ള ടോയ്ലറ്റ് ബ്ലോക്കിന്റെ തറക്കല്ലിടൽ നടത്തി. പഞ്ചായത്ത് അംഗം അഷറഫ് ചാലിയത്തോടി, TG വൈൽഡ് ലൈഫ് വാർഡൻ രഞ്ജിത്ത്, ചിമ്മിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ മുഹമ്മദ് റാഫി എന്നിവർ ചേർന്ന് തറക്കല്ലിടൽ നിർവഹിച്ചു. കർക്കിടകത്തിന് ഔഷധക്കൂട്ടുമായി ആലത്തൂർ സ്കൂളിലെ പത്തിലത്തോരൻ. ആലത്തൂർ ALP സ്കൂളിലെ കുട്ടികൾ പുസ്തകത്തോടൊപ്പം ഓരോ ഇനം ഇലയുമായിട്ടാണ് വിദ്യാലയത്തിൽ എത്തിയത്. കർക്കിടകത്തിന് ഔഷധ കൂട്ടേകാൻ പത്തിലത്തോരൻ ഉണ്ടാക്കുവാനുള്ള ഇലകളായിരുന്നു അത്. വിദ്യാലയത്തിൽ എല്ലാ വർഷവും കർക്കിടകത്തിൽ പത്തിലത്തോരൻ ഉണ്ടാക്കാറുണ്ട്. സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സ്മിതയുടെ നേതൃത്വത്തിലാണ് താള്, തകര, ചേമ്പില, ചേനയില, ചീരയില, തഴുതാമയില, മത്തനില, കുമ്പളയില, കടിത്തുമ്പയില, പയറില എന്നിവ ഉപയോഗിച്ച് തോരൻ തയ്യാറാക്കിയത്.
ഓരോ ക്ലാസ്സുകാർക്കും ഓരോ ഇലകൾ വീതം കൊണ്ടുവരാൻ തലേദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് കുട്ടികൾ കൊണ്ടുവന്ന ഇലകൾ അരിഞ്ഞ് തയ്യാറാക്കി കറി വെച്ച് ഉച്ചഭക്ഷണത്തോടൊപ്പം വിളമ്പി. അധ്യാപകരും PTA, MPTA അംഗങ്ങളും വിഭവ നിർമ്മാണത്തിൽ പങ്കാളികളായി. രക്തം ശുദ്ധീകരിക്കാനും മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനും ആയുർവേദം നിഷ്കർഷിക്കുന്ന പത്തിലത്തോരൻ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായി. സ്കൂൾ പ്രധാനാധ്യാപിക PM ജിൻസ, PTA പ്രസിഡന്റ് KJ ജയരാജ്, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, MM ഗോവിന്ദ്, TR കൃഷ്ണപ്രിയ, CG അനൂപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം ചൂടി വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-15, അണ്ടർ-17 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ 1-ാം സ്ഥാനവും അണ്ടർ-19 വിഭാഗത്തിൽ പെൺകുട്ടികൾ 1-ാം സ്ഥാനവും ആൺകുട്ടികൾ 3-ാം സ്ഥാനവും നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി CPI പുതുക്കാട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ശില്പശാലകൾ പൂർത്തിയായി. മറ്റത്തൂർ പഞ്ചായത്ത് തല ശില്പശാല സംസ്ഥാന കൌൺസിൽ അംഗം BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് തല ശില്പശാല AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ തൃക്കൂർ പഞ്ചായത്ത് തല ശില്പശാലകൾ ജില്ലാ കൌൺസിൽ അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് ശില്പശാല മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ശില്പശാല സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. നന്മണിക്കര പഞ്ചായത്ത് തല ശില്പശാല ജില്ലാ കൌൺസിൽ അംഗം ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് തല ശില്പശാല കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, ജില്ലാ കൌൺസിൽ അംഗം PK ശേഖരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK വിനീഷ്, VR സുരേഷ്, TK ഗോപി, ഷീല ജോർജ് എന്നിവർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചു. LSS, USS, NMMS സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ശനിയാഴ്ച രാവിലെ 10-ന് തലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കള്ളുഷാപ്പിലെ തർക്കത്തിനെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും അറസ്റ്റിൽ. വട്ടേക്കാട് സ്വദേശികളായ ഒരുപ്പാക്ക വീട്ടിൽ 44 വയസ്സുള്ള സുമേഷ്, തടത്തിൽ വീട്ടിൽ 41 വയസ്സുള്ള ബിജേഷ് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 27-ന് രാത്രിയായിരുന്നു സംഭവം. കുറ്റിച്ചിറ മരത്തങ്കോട് സ്വദേശി അവരിയാട്ടുങ്ങൽ വീട്ടിൽ ശരത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ്. പരാതിക്കാരനും സുഹൃത്തായ ഫൈസൽ എന്നയാളും കള്ളുഷാപ്പിൽ വിൽക്കാൻ വെച്ചിരുന്ന ചെമ്മീൻ പാക്കറ്റിന്റെ വില ചോദിച്ചതിൽ 10 രൂപ എന്ന് മാനേജർ പറഞ്ഞു. അത്രയും വില ഇതിനില്ല എന്ന് പറഞ്ഞ് ഷാപ്പ് മാനേജരും പരാതിക്കാരനും തമ്മിൽ തർക്കമുണ്ടായി. ബഹളം കേട്ട് ഷാപ്പിലേക്ക് വന്ന പ്രതികൾ ഷാപ്പിന് പുറത്തിറങ്ങിയ പരാതിക്കാരനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സുമേഷ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും കൊടകര പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, അടിപിടി എന്നിങ്ങനെയുള്ള 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ്. ബിജേഷ് കൊടകര പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, അടിപിടി എന്നിങ്ങനെയുള്ള 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ CD ഡെന്നി, ASIമാരായ ബിനു പൗലോസ്, ഗോകുലൻ, ആഷ്ലിൻ, SCPOമാരായ പ്രദീപ്, പ്രതീഷ്, രജീഷ്, സനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അസഭ്യം പറഞ്ഞത് വിലക്കിയ ഭിന്നശേഷിക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കുറ്റിച്ചിറ മരത്തങ്കോട് സ്വദേശി അവരിയാട്ടുങ്ങൽ വീട്ടിൽ 24 വയസ്സുള്ള ശരത്തിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 27-നായിരുന്നു സംഭവം. വട്ടേക്കാട് ഷാപ്പിൽ നിന്ന് ഉച്ചത്തിൽ അസഭ്യം പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വന്ന പ്രതിയോട് സമീപത്ത് കുടുംബങ്ങൾ താമസിക്കുന്നതാണ്, ഇവിടെ അസഭ്യം പറയരുത് എന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ വട്ടേക്കാട് സ്വദേശി ഒരുപ്പാക്ക വീട്ടിൽ മോഹനനെ പ്രതി ആക്രമിക്കുകയായിരുന്നു. ശരത്ത് വെള്ളിക്കുളങ്ങര, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിലായി സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ ഒരു കേസിലും അതിക്രമിച്ച് കയറി അസഭ്യം പറഞ്ഞ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലെയും പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ CD ഡെന്നി, ASIമാരായ ബിനു പൗലോസ്, ഗോകുലൻ, ആഷ്ലിൻ, SCPOമാരായ പ്രദീപ്, പ്രതീഷ്, രജീഷ്, സനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇനി കാണാം ഇൻഫോടോക്ക്. മോശം കൊളസ്ട്രോൾ ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന അളവിലുള്ള LDL ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതിലേക്ക് നയിക്കുന്നു. ഇത് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നു. കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണക്രമം നിർണായക പങ്ക് വഹിക്കുന്നു. ചില ഭക്ഷണങ്ങൾക്ക്
LDL കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ വർദ്ധിപ്പിക്കാനും കഴിയും. മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഓട്സ് കഴിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. നാരുകൾ, പ്രത്യേകിച്ച് ബീറ്റ ഗ്ലൂക്കൻ, രക്തത്തിലേക്ക് കൊളസ്ട്രോൾ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ് മത്സ്യം. LDL വർദ്ധിപ്പിക്കുന്ന പൂരിത കൊഴുപ്പുകൾ ഫാറ്റി ഫിഷിൽ കൂടുതലാണ്. കൊഴുപ്പുള്ള മത്സ്യത്തിൽ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട്. ഇവ ട്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കുകയും ക്രമരഹിതമായ ഹൃദയമിടിപ്പിന്റെ സാധ്യത കുറയ്ക്കുന്നതിലൂടെ ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്യും. സാൽമൺ, അയല, മത്തി തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പയർവർഗ്ഗങ്ങൾ അമിത വിശപ്പ് തടയുന്നു. ഭക്ഷണത്തിന് ശേഷം കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നും. കിഡ്നി ബീൻസ്, പയർ, കടല, ബ്ലാക്ക് ബീൻസ്, ലിമ ബീൻസ് എന്നിവ ചേർക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. നട്ട്സ് ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും സാധ്യത കുറയ്ക്കുന്നു. വാൾനട്ട് ഒമേഗ-3 ഫാറ്റി ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമാണ്. ഇത് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും. ആപ്പിൾ, മുന്തിരി, സ്ട്രോബെറി, സ്ട്രെസ് പഴങ്ങൾ എന്നിവയെല്ലാം പെക്റ്റിന്റെ മികച്ച ഉറവിടങ്ങളാണ്. ഇത് LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു തരം ലയിക്കുന്ന നാരുകളാണ്. പഴങ്ങൾ പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് മാത്രമല്ല, പ്രതിരോധശേഷി കൂട്ടുന്നതിനും സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഹിന്ദി തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം ജൂലൈ 31 രാവിലെ 11 HS വിഭാഗം ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. ITI ചേർപ്പിൽ ഒഴിവുള്ള വനിതാ മുസ്ലിം ST EWS സംവരണ സീറ്റുകളിൽ പ്രവേശനം നേടുന്നതിന് ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഓഗസ്റ്റ് 2 അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം 100 രൂപയ്ക്ക് ITIയിൽ നിന്നും ലഭിക്കും. ഫോൺ 9634447243 9188201442. ചെമ്പൂച്ചിറ GHSS സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി വ്യാഴാഴ്ച രാവിലെ 10:30 സ്കൂളിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാകുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,100 രൂപയും പവന് 72,800 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തെക്കിനിയത്ത് ചക്കുംപീടിക ചാക്കോരു മകൾ ഷീല അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ മേരിയാണ് മാതാവ്. ജെസി, പോളി, ബിജു എന്നിവർ സഹോദരങ്ങളാണ്. ചെങ്ങാലൂർ തരകൻ കുരിശ്ശേരി കൊച്ചപ്പൻ ഭാര്യ മേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോൺസൺ, ഗ്രേസി, വിൽസൺ, പോൾസൺ, പരേതയായ എൽസി എന്നിവർ മക്കളും. ജോസ്, എൽസി, ജോസ്, ബിന്ദു, മിനി എന്നിവർ മരുമക്കളുമാണ്. തലോർ ചെറുവത്തോ ജോസിന്റെ ഭാര്യ ഷൈല അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ നിതിൻ, നവിൻ. പുതുക്കാട് വടക്കേത്തുറവ് പുളിക്കൽ മാധവൻ ഭാര്യ അമ്മിണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രൻ മകനും അജിത മരുമകളുമാണ്. മാങ്കുറ്റുപാടം കരുമാലിക്കൽ ലോനപ്പൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ചിമ്മിനി ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെ ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കുന്നത് നിർത്തിവെച്ചു. റിവേഴ്സ് ലൂയിസ് വാൽവിലൂടെയും ജലവൈദ്യുത പദ്ധതിയുടെയും വാൽവുകൾ പൂർണ്ണമായും അടച്ചതായി അധികൃതർ. ആളൂരിൽ ബാങ്കിൽ അതിക്രമിച്ച് കയറി നാശനഷ്ടം വരുത്തിയ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. അറസ്റ്റിലായത് താഴേക്കാട് കണക്കുംകടവ് വീട്ടിൽ സുരേഷ്.
ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. ശോച്യാവസ്ഥയിലായ പുതുക്കാട് മുപ്ലിം റോഡിനെ സഞ്ചാരയോഗ്യമാക്കണമെന്ന് BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി. പൊന്നൂക്കരയിൽ നവീകരിച്ച TV സെന്റർ ഉദ്ഘാടനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.